ആഡ്സ് ഇൻ ദ ലേണിംഗ് ഹബിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നതാണ്, എൻക്വയറീസ് വന്നതാണ് UI/UX ഡിസൈൻ കോഴ്സിനെ കുറിച്ചിട്ട്. സോ ഒരുപാട് എൻക്വയറീസിൽ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. എന്താണ് UI/UX, ഇതിൻ്റെ സാധ്യതകൾ എന്താണ്, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മളെ കൂടെ മീറ്റ് അവർ നമ്മളെ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന UI/UX ഡിസൈനറാണ്. സോ അവരുടെ അടുത്ത് നിന്ന് തന്നെ അതൊരു എന്താണെന്നുള്ളത് നമുക്ക് ചോദിക്കാം. മുഹ്സിൻ, എങ്ങനെ നമ്മൾ UI/UX ഡിസൈനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഫ്രം ബേസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം? ഓക്കെ, ഇപ്പോൾ UI/UXൻ്റെ ഒരുപാട് എൻക്വയറീസ് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ബേസിക്കലി UI/UX എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസറായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ UI മീൻസ് ഇപ്പോൾ നമ്മളൊരു ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്തിനാണ് ഇപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന, നമ്മളിപ്പോൾ യൂസറാണ്, ഇപ്പോൾ ഒരു വാട്സപ്പ് അതുപോലെ ഇൻസ്റ്റാഗ്രാം എന്ത് തുറന്ന് GPay എന്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണുന്നുണ്ട്, ഒരു UI ഒരു ഇൻ്റർഫേസ് കാണുന്നുണ്ട്. ഇവിടെ പ്രൊഫൈൽ ഉണ്ട്, ഇവിടെ സെർച്ച്, ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ചാറ്റ്സ്, പോസ്റ്റുകൾ, ഇതൊക്കെയാണ് ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് യൂസർ ഇൻ്റർഫേസ് UI എന്ന് പറയുന്നത്. UI നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളിൽ കൂടി കയറുമ്പോൾ കാണുന്ന കാര്യങ്ങൾ, ഒരു വിഷ്വലി നമുക്ക് എന്തൊക്കെ കാണുന്നുണ്ടോ ആ കാര്യങ്ങളാണ് ബേസിക്കലി UI/UXൻ്റെ അകത്ത് UI എന്നുള്ള പാർട്ട് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് UX എന്നുള്ളത് കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസാണ്, യൂസർ എക്സ്പീരിയൻസ് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത്, UX എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഒരു ആപ്പിൽ കയറി കഴിഞ്ഞിട്ട് കാണുന്ന കാര്യങ്ങൾക്കപ്പുറം നമ്മളതിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസാണ് അല്ല. ഇപ്പോൾ സെർച്ചിങ് ആണെങ്കിൽ തന്നെ ഒരു ഐക്കൺ ഉണ്ടാവും, അവിടെ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു കാര്യങ്ങൾ അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം, വാട്ടവർ ടൈപ്പ് ചെയ്ത് ഫിൽട്ടറായി വരും. ആ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, വിഷ്വലി കാണുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ സെർച്ചിങ്, ടാപ്പിങ്, സ്വൈപ്പിങ്, അവിടെ ക്ലിക്കിംഗ്. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ആപ്പിന്റെ ഒരു ഇന്റർഫേസിൽ ഇപ്പോൾ നിങ്ങൾ ഏത് ആപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ഇന്റർഫേസ് ഉണ്ടാവും. ഈ ഇന്റർഫേസ് ബിൽഡ് ചെയ്യുന്നത് ആക്ച്വലി ഒരു UI ഡിസൈനറാണ്. അതിന്റെ ആ ഒരു ഇന്റർഫേസിൽ തന്നെ നമ്മളൊരു ടച്ച് ചെയ്ത് വേറൊരു എക്സ്പീരിയൻസിലേക്ക് പോവാണ്, അടുത്ത പേജിലേക്ക് റിസർച്ച് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ബാക്ക് എൻഡ് എന്ന് പറയാം. ഇതൊരു കംപ്ലീറ്റ്ലി ഒരു കോഡിംഗ് ടൈപ്പ്. കോഡിംഗ് ആവശ്യമില്ല, കാരണം ഡിസൈനിങ് ആണ് ബേസിക്കലി. ഇത് UX ഡിസൈനറിന്റെ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി IT ഫീൽഡാണ് ബേസിക്കലി. ഓക്കെ, IT ഫീൽഡിന്റെ അകത്ത് ഇപ്പോൾ ഒരു ക്ലയന്റ് ഒരു പ്രൊജക്ട്, എന്തിന്റെ പ്രൊജക്ട് ആയിക്കോട്ടെ, വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഒരു ആപ്പ് ആയിക്കോട്ടെ, ഗെയിം ആയിക്കോട്ടെ. ഇപ്പൊ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഓൺലൈൻ സ്റ്റോർസിനും ആപ്ലിക്കേഷൻസ് ഉണ്ട്, വെബ് ഉണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഒരു എലമെന്റ് ആണ് അതിന്റെ ഡിസൈൻസ് എന്ന് പറയുന്നത്. സോ അത്രയും സാധ്യതകൾ അപ്പോൾ ഡെവലപ്മെന്റ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പാണ് ബേസിക്കലി. ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് ക്ലയന്റിന് കാണിക്കണം. ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, ഇത് വിസിബിളി ഉണ്ടാവും. ഒരു ഡിസൈൻസിന്റെ ഒരു ബേസ് ഇല്ലാത്ത ഒരാൾക്ക് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പക്ഷെ ഡിസൈൻ ചെയ്യണോ ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് പ്രിഫർ ചെയ്യാൻ പറ്റും. കാര്യം സിമ്പിൾ ആണ്. ഇപ്പോൾ ബേസിക്കലി ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹൈ എൻഡ് സോഫ്റ്റ്വെയർ, ഒരു ഹൈ എൻഡ് ഡിവൈസ് ഒന്നും ആവശ്യമില്ല. കാരണം ഇത് റൺ ചെയ്യുന്ന കംപ്ലീറ്റ്ലി വെബ് ബേസ്ഡ് ആയിട്ട്, ക്ലൗഡ് ബേസ്ഡ് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. ആക്ച്വലി എന്തൊക്കെ ടൂൾസ് ആണ് നമ്മൾ മെയിൻ കവർ ചെയ്യുന്നത്? മെയിൻലി നമ്മൾ കവർ ചെയ്യുന്നത് ഫിഗ്മ, ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൂളാണ് ഫിഗ്മ. UI/UX ഡിസൈനേഴ്സ് ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫിഗ്മ, കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ പുതിയ ഒന്നുകൂടി AI സെൻട്രിക് ആയിട്ട് നമ്മളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, കുറച്ചുകൂടി AI ടൂൾസിനും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ്. നമ്മൾ ഇപ്പോൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ബ്ലാങ്ക് പേജ് സിൻഡ്രം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ, ഒരു ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ഡിസൈൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾക്കൊക്കെ സൊല്യൂഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് AI ടൂൾസ് ഉണ്ട്. ഫിഗ്മെന്റ് അകത്ത് തന്നെ AI ടൂൾസ് ഉണ്ട്, എക്സ്റ്റേണൽ AI ടൂൾസ് ഉണ്ട്, ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ മെയിൻ മോഡ്യൂൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ട്? മോഡ്യൂൾസിൻ്റെ കേസിൽ ബേസിക്കലി ഇപ്പോൾ ഒരു 4 പാർട്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഒന്ന് റിസർച്ച് വരും. റിസർച്ച് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ്, ഗെയിം എന്തായിക്കോട്ടെ, സീറോ സ്ക്രാച്ചിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് തന്നു കഴിഞ്ഞാൽ അത് വെച്ച് നമ്മൾ റിസർച്ച് ചെയ്യണം. അത് ആരൊക്കെ യൂസ് ചെയ്യും, ഏത് രീതിക്കാണ് യൂസ് ചെയ്യുക, ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർ യൂസ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം. ഫസ്റ്റ് ഫേസ് അതാ, ഒരു റിസർച്ചിങ് ഫേസ്. ഓക്കെ, ആ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത ശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്യും. സെക്കൻഡ് ഫേസ് ആണ് അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ. ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു 3 ടൈപ്പ് വിഷ്വലൈസേഷൻസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ലോ ഫിഡിലിറ്റി, മിഡ് ഫിഡിലിറ്റി, ഹൈ ഫിഡിലിറ്റി. ലോ ഫിഡിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിസംബിൾ ചെയ്ത് കാണിക്കുക. പിന്നെ അതിനെയാണ് നമ്മൾ UI ഡിസൈനേഴ്സ് എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഹൈ ഫിഡിലിറ്റി ആയിട്ട് ഡ്രോ ചെയ്തെടുക്കും. പിന്നെ വേറെ ഫേസ് പ്രോട്ടോടൈപ്പിംഗ്, ഒരു കണക്ഷൻ, കാര്യങ്ങൾ, ഒരു പേജിൽ നിന്ന് വേറെ പേജുകളുടെ കണക്ഷൻ, അങ്ങനെ. പിന്നെ വേറെ കാര്യം കരിയർ, ഒരു ഒന്നുകൂടി കരിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ കൂടി വരുന്നത്. ഞാൻ അതിൽ തന്നെ കുറേ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് കുറേ തിയറി ആണോ പഠിക്കാനുള്ളത്? തിയറി ഉണ്ട്, ബേസിക്കലി തിയറി ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊരു ഇതെന്താണ് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് തിയറീസ് കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കും. പിന്നെ വരുന്നത് 90% പ്രാക്ടിക്കൽ ഓൺ ഹാൻഡ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്താണ് നമ്മളിപ്പോൾ സ്റ്റുഡൻറ്, എന്താണ് അവരുടെ നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി? എന്താ ഗ്യാരണ്ടി മീൻസ്, ഇപ്പോൾ ഏതൊരു സ്റ്റുഡൻ്റ് ആണ് നമുക്ക് ഒരു സ്കിൽ ലേൺ ചെയ്യാന്നുള്ളൊരു
മൈൻഡഡ് ആയിരിക്കും വരാം. ഒരു റിയൽ പ്രൊജക്ട്സ് ഒക്കെ ഒരു ബേസിക് പേപ്പർ സർട്ടിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതിലുപരി അവരൊരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഡിസൈനർ ആയിട്ടാണ് നമ്മൾ മാറ്റുന്നത്. പിന്നെ അതേപോലെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് UI/UX ഡിസൈനിങ്ങിൻ്റെ സാലറി എത്ര, എങ്ങനെ വർക്ക് കിട്ടുമോ, പ്ലേസ്മെന്റ്സ് കിട്ടുമോ, എത്രത്തോളം ഇതിൻ്റെ ഒരു കരിയർ പാത്ത് ഉണ്ട്? ഓക്കെ, ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഓപ്പണിങ്സ് നമ്മുടെ ഇൻഡീഡ് അതുപോലെ അങ്ങനത്തെ ഇൻഡീഡ് ലിങ്ക്ഡിനിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ UI/UX എന്ന് പറഞ്ഞ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഫ്രഷേഴ്സ് തന്നെ ഒരുപാട് അവർ എൻക്വയറി ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, കുറച്ചുകൂടിയും ഇപ്പോൾ ഫ്രഷേഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചിറങ്ങിയ ആൾക്കാരായിരിക്കും. അവർക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ടൂൾസും കാര്യങ്ങളൊക്കെ അറിയും. അപ്പോൾ അവർക്ക് എന്താണ്, ഫ്രഷേഴ്സിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. കാരണം പഴയ കുറേ മുമ്പ് പഠിച്ച ആളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ്സും കാര്യങ്ങളും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, പുതിയ ടൂൾസ് അറിയുന്നുണ്ടാവില്ല, AI ഒന്നും മെയിൻലി യൂസ് ചെയ്യുന്നുണ്ടാവില്ല. എനിക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും, കമ്പാരിറ്റീവ്ലി കുറവാണ്. റീസെൻ്റ്ലി പഠിച്ചിറങ്ങിയ ഒരാളാകുമ്പോൾ അത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. പിന്നെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഏതൊരു IT കമ്പനിയിൽ പോയി കഴിഞ്ഞാലും അവിടെ ഒരു UI/UX ഡിസൈനർ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ബിക്കോസ് ഒരു സ്റ്റാർട്ട് ഫ്രം ആപ്പ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആപ്പ് ഡെവലപ്മെന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ UI/UX ഡിസൈനിങ് എന്ന് പറയാം. ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ സാലറി പീരീഡ് ഒക്കെ ഒരു ഫ്രഷേഴ്സ് ടു ഒരു എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? ഓക്കെ, ഇപ്പോൾ സാലറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രഷേഴ്സിന് തന്നെ ബേസിക്കലി ഒരു മിനിമം 20K to 40K ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. അവരുടെ പോർട്ട്ഫോളിയോ ഒക്കെ അനുസരിച്ച് കോഴ്സിന്റെ കൂടെ തന്നെ അവർക്ക് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഒരു UX റിസർച്ചിന്റെ കേസ് അതാണ് മെയിൻ നമ്മളെ കോഴ്സിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഔട്ട്കം വെറുതെ ഒരു റെഡി ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ അവർക്ക് ഉണ്ടാവും. ബിഹാൻസിന്റെ അകത്ത് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാവും, പ്രൊജക്ട്സ് ഉണ്ടാവും. നിങ്ങളെ സംസാരിക്കുന്നത് ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ പോർട്ട്ഫോളിയോ ആണ് സംസാരിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ എന്ത് പഠിച്ചു, എവിടെ പഠിച്ചു എന്നതിന് ഉപരി ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്തു. അതെ, കാരണം നമ്മുടെ കോഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള റിയൽ വേൾഡ് പ്രൊജക്ട്സാ. അത് തന്നെ അവർക്ക് എന്താക്കാം, അവരുടെ പോർട്ട്ഫോളിയോയിൽ കാണിക്കാം, അവർക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, സോ നമ്മളെ ഓൺലൈൻ ബാച്ചിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മന്ത്ലി ബാച്ചസുകൾ ഓൺലൈൻ ആയിട്ടുണ്ട്. ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ ഈസി ആയിരിക്കുമോ? എന്താണ്? ഷുവറാണ്, ഓൺലൈനായിട്ട് പഠിക്കാൻ ഈസിയാണ്. കാരണം ഒരുപാട് പഠിക്കാനില്ല, ബേസിക്കലി പ്രാക്ടിക്കലി ചെയ്തു പോവാണ്. നല്ല രസമാണ് പഠിച്ച് കിട്ടാനുള്ളൂ. കാരണം കുറച്ച് ടൂൾസേ ഉള്ളൂ, നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്താണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി കാണുമ്പോൾ രസത്തിൽ ഇങ്ങനെ ചെയ്തു പോവാം. ഓക്കെ, നമ്മളിപ്പോൾ ബാച്ച് ഓൺലൈനിൽ ഇപ്പം നമ്മൾ ആഡ്സിൻ്റെ ഒരു ബാച്ച് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓപ്പൺ ബാച്ച് ഗ്രൂപ്പാണ്. അതിൽ തന്നെ നിങ്ങൾ UI/UX പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. ഒരു മീഡിയ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവിടെ ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ടാവും, ലൈവ് എടുക്കാനുള്ള ആൾക്കാരുണ്ടാവും. സോ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും, വീക്കിലി 2 to 3 മൊഡ്യൂൾ വൈസ്ഡ് ആയിട്ടുള്ള ലൈവ്സ് ഉണ്ടാവും. പിന്നെ ആഡ്സിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ പ്രീ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും. ഇങ്ങനത്തെ കുറേ ഫെസിലിറ്റീസ് നമ്മൾ ആഡ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും നിങ്ങളതായിട്ടുള്ള കംപ്ലയിൻറ്റ്സോ അല്ലെങ്കിൽ സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ ഒരു ഓപ്പൺ ബാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു ലൈവ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റോ ഒരു വർക്കോ തന്നിട്ട് അത് നോക്കാൻ പോലും നിങ്ങൾക്ക് അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മെൻറ്റേഴ്സും ഉണ്ടാവും. പ്ലസ് ആ ഗ്രൂപ്പിലുള്ള നിങ്ങളൊരു ഫാമിലി ആയിരിക്കും. ആ രീതിയിലാണ് ആഡ്സിൻ്റെ ഓൾറെഡി എല്ലാ കോഴ്സുകളും പോകുന്നത്. സോ ഈ രീതിയിലാണ് ആഡ്സിൻ്റെ UI/UX ഡിസൈൻ കോഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് ഈസിയാണ് പഠിക്കാൻ, വളരെ ഈസിയാണ്. 90% പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലാണ് നിങ്ങൾ പഠിക്കാൻ പോവുക. ഫിഗ്മ എന്ന് പറയുന്ന ഒരു ടൂളിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ലേൺ ചെയ്യാം അല്ലേ? സോ ഇതൊക്കെയാണ് ആഡ്സ് ഇൻ ലേണിംഗ് ഹബിലെ UI/UX ഡിസൈനിങ്ങിൻ്റെ വിശേഷം. ഓക്കെ, താങ്ക് യു ഗൈസ്.